കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ കാണിക്കുന്നത് സുനന്ദ വന്നില്ല എന്നൊക്കെ സിതാര സിനിയോട് ചോദിക്കുക. ആ സമയം സിനി പറയുക, എന്താ മാഡം, കൃഷ്ണ മാഡത്തിന് മനസ്സിൽ വല്ലാതെ കയറിക്കൂടിയ പോലെ തോന്നുന്നല്ലോ. അന്നേരം സിതാര പറയണേ, ഇതിനു മുമ്പ് ഇതുപോലെ പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുണ്ട്, അത് നേടാൻ പല മാർഗ്ഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഇല്ലാത്തൊരു കുറ്റബോധം, ചെയ്തത് തെറ്റായി പോയി എന്നുള്ളൊരു വല്ലാത്തൊരു തോന്നൽ, അത് എൻ്റെ മനസ്സിനാകെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുക. അവൾ ഓക്കെ ആയോ ഇല്ലയോ എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനൊരു ആശ്വാസം കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് സുനന്ദ അങ്ങോട്ടേക്ക് വരുന്നത് അവർ കാണുവാണ്. ഈ സമയം സുനന്ദയെ കാണുന്നതും സിതാര സിനിയോട് പറയണേ, ആ സിനി, എൻ്റെ റൂമിലെ നാളെ പ്രസൻറ്റ് ചെയ്യുന്ന 2-3 ഫയൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു ബ്രീഫ് എന്നോട് പറയണം, ഇപ്പം തന്നെ പോയി എടുത്തോളൂ എന്നും പറഞ്ഞ് സിനി അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ്. അങ്ങനെ സിനിക്കും അത് തന്നെ ഇടുന്ന ഒഴിവാക്കി സുനന്ദയോട് സംസാരിക്കാനാണെന്ന് മനസ്സിലാകുവാണ് കേട്ടോ. അങ്ങനെ സിനി അവിടെ നിന്നും പോകുക. ഈ സമയം സുനന്ദയാണെങ്കിൽ വൈകിയത് കാരണം കുറച്ച് ടെൻഷനിൽ പേടിച്ച് അകത്തേക്ക് കയറുമായിരിക്കും. അന്നേരം സിതാരയെ കാണുന്നതും സുനന്ദ പറയാ, സോറി മാഡം, കുറച്ച് വൈകിപ്പോയി. അങ്ങനെയൊന്നുമില്ല, സമയമാവുന്നതല്ലേ ഉള്ളൂ. അതിരിക്കട്ടെ, കൃഷ്ണ വീട്ടിൽ തന്നെ ഇല്ലേ? അവൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? കൃഷ്ണയുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ മാഡം നല്ലത്. പാവം, അവൾ ഏതു നേരവും കരച്ചില്ല, ഭക്ഷണമൊന്നും മര്യാദയ്ക്ക് കഴിക്കുന്നുമില്ല. തങ്കേച്ചി വിഷമിക്കണ്ടല്ലോ എന്ന് കരുതി തങ്കേച്ചിയുടെ മുമ്പിൽ സന്തോഷം അഭിനയിക്കുകയാണ്. പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് ഭയങ്കര കരച്ചിലും സങ്കടമൊക്കെയാണ്. അതൊക്കെ കേട്ട് സിത്താര വിഷമിച്ച് നിൽക്കുക. ഈ സമയം സുനന്ദ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമായിരിക്കും. പെട്ടെന്ന് സിത്താര അരികിലേക്ക് വന്നിട്ട് ചോദിക്കുക, അല്ല മാഡം, അവിടെ ഗാഥാ മാഡത്തിന് എങ്ങനെയുണ്ട്? ഗാഥാ മാഡം ഹാപ്പിയല്ലേ? ഈ ഗാഥാ മാഡം നവീൻ സാറും കൂടി ഒരുമിച്ചൊരു പുതിയ ജീവിതം തുടങ്ങാൻ പോകുകയാണല്ലോ, അപ്പോൾ അതിൻ്റെ സമയം കുറിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തോ? അന്നേരം സുനന്ദയുടെ ചോദ്യമൊന്നും സിത്താരയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. സിത്താര ചോദിക്കുന്നുണ്ട്, അതെ, കൃഷ്ണയുടെ കാര്യങ്ങൾ ഞാൻ നിന്നോട് ചോദിച്ചു എന്ന് കരുതി നിനക്ക് ആവശ്യമില്ലാത്ത കാര്യമൊന്നും നീ അന്വേഷിക്കാൻ നിൽക്കണ്ട, മനസ്സിലായോ? പിന്നെ മറ്റൊരു കാര്യം കൂടി, കൃഷ്ണയുടെ കാര്യം ഞാൻ അന്വേഷിച്ചു എന്നും അവളുടെ കാര്യത്തിൽ എനിക്ക് താല്പര്യമുണ്ടെന്നും ഇനി ആരോട് കൊട്ടുഘോഷിച്ച് പറയാൻ നിൽക്കണ്ട. നിൻ്റെ നാക്കറിയാവുന്ന കാരണോ ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? പോയിക്കോ. അങ്ങനെ പറഞ്ഞ് സുനന്ദ അവിടെ നിന്നും പറഞ്ഞു വിടുവാണ്. പിന്നീട് കാണിക്കുന്നത് നവീൻ ഓഫീസ് കാര്യങ്ങൾ ഫോണിലൂടെ സംസാരിച്ച് നിൽക്കുമായിരിക്കും. ഈ സമയം ഗാഥ നവീൻ്റെ അരികിലേക്ക് എത്തുവാണ് കേട്ടോ. അന്നേരം നവീൻ ഗാഥയെ കാണുന്നത് ചോദിക്കണേ, അല്ല എന്താ, എന്നെ കാണുമ്പോൾ പേടി തോന്നുന്നുണ്ടോ? എന്നെ കണ്ട സർപ്പത്തെ പോലെ തോന്നുന്നുണ്ടോ? ഈ സമയം ഗാഥ പറയണേ, എന്താ നവീൻ ഇങ്ങനെയൊക്കെ? അത് പിന്നെ ഇന്നലത്തെ ആ ഒരു ടെൻഷനിലും ഭയത്തിലുമൊക്കെ ഞാൻ അങ്ങനെ അറിയാതെ വിളിച്ചു പോയതല്ലേ, സോറി നവീൻ, അതൊക്കെ അങ്ങ് വിട്ടേക്ക്. അന്നേരം നവീൻ പറയണേ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. അല്ല, ഇന്നലെ മാണിക്ക് എന്നോടൊരു സംശയം ചോദിച്ചു. സർപ്പബലിയുടെ ആ വേദിയിലിരുന്ന് അത്തരം വലിയൊരു ഉഗ്ര സർപ്പം വന്ന് മുമ്പിൽ നിന്നിട്ട് ഒരു കുലുക്കമില്ലാതെ പൂജകൾ ഭംഗിയായി പൂർത്തിയാക്കിയ ആളല്ലേ താൻ? അങ്ങനെയുള്ള താൻ എന്തുകൊണ്ടാണ് ഇന്നലെ പാമ്പിനെ കണ്ടപ്പോൾ അത്രയും നിലവിളിച്ച് ബഹളം ഉണ്ടാക്കിയതും ബോധം മറഞ്ഞു പോയെന്നു ആ സംശയം എനിക്ക് തോന്നിയതാ. എന്താ എനിക്ക് പറ്റിയത്? അന്നേരം ഗാഥ നിന്നൊന്ന് പരിങ്ങുവാണ്. എന്നിട്ട് ഗാഥ പറയണേ, അത് പിന്നെ നവീൻ, പൂജ പൂർത്തിയാക്കുന്ന സമയത്തേക്ക് എൻ്റെ മനസ്സിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഈ പൂജ കഴിയുന്നതോടെ എല്ലാ ദോഷങ്ങളും മാറുമെന്ന്, നമുക്ക് പിന്നെ ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന്. എന്നാൽ ഇന്നലെ രാത്രി ആ പാമ്പനെ പെട്ടെന്ന് കണ്ടപ്പോൾ വീണ്ടും ദോഷങ്ങൾ പൂർവാധിക ശക്തിയോടെ വന്നല്ലോ എന്നൊക്കെ ഓർത്ത് ആകെ മനസ്സങ്ങ് അസ്വസ്ഥമായി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ഒന്ന് റിയാക്ട് ചെയ്തത്. പിന്നെ നവീൻ, ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാനാണ് വന്നത്. നമുക്ക് തൽക്കാലം ഇവിടെ നിന്ന് കുറച്ച് മാറി നിന്നാലോ? വേറെ ഏതെങ്കിലും ഒരു വീടെടുത്തിട്ട്. താൻ എന്തൊക്കെയാണോ ഗാഥയെ പറയുന്നത്? താനല്ലേ മുമ്പ് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് താമസിക്കുന്നതിൻ്റെ സന്തോഷം മറ്റൊരിടത്തു നിന്നും കിട്ടില്ലെന്ന്? നമ്മൾ മാത്രമായി പോയാൽ ആകെ ഒറ്റപ്പെടലും അസ്വസ്ഥതയായിരിക്കും എന്നൊക്കെ താൻ തന്നെയല്ലേ പറഞ്ഞത്? അങ്ങനെയൊക്കെ പറഞ്ഞു, അത് ശരിയാ. എന്നാലും ഇപ്പോഴുള്ള ഈ അവസ്ഥയിൽ ഈ പാമ്പിനെ കണ്ടതോടുകൂടി എൻ്റെ മനസ്സ്, ഞാൻ പറഞ്ഞില്ലേ, ആകെ അങ്ങ് വല്ലാണ്ടായി. അപ്പോൾ ഒരു ചേഞ്ച് നല്ലതാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അന്നേരം നവീൻ പറഞ്ഞേ, അതൊന്നും ഒരിക്കലും പറ്റില്ല. നമുക്കങ്ങനെ അച്ഛനും അമ്മയും എല്ലാവരും വിട്ട് മാറി താമസിച്ചാൽ സന്തോഷം കിട്ടുമോ? അവരൊന്നും ഇല്ലാതെ നമ്മുടെ ജീവിതം എങ്ങനെ പൂർണ്ണമാകുന്നത്? അതൊക്കെ ശരിയാ, എന്നാലും എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. നവീൻ വീട് മാറി താമസിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണം. അങ്ങനെ പറഞ്ഞ് ഗാഥ അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഗാഥയുടെ പെരുമാറ്റവും പെട്ടെന്നുള്ള ചേഞ്ചൊക്കെ കണ്ട് നവീൻ ആകെ അത്ഭുതപ്പെടുക. നവീൻ പറയണേ, ഇതെന്തു പറ്റി? എന്താ ഗാഥക്ക് ആകെ ഒരു ചേഞ്ച് പോലെ? ഒരാൾക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സ്വഭാവവും ചിന്തകളൊക്കെ മാറാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞ് നവീൻ സംശയത്തോടെ ആലോചിച്ച് നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ലോട്ടറി വിൽക്കുന്നതിൻ്റെ ഇടയിൽ കൃഷ്ണ എന്തോ ആലോചിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ട് വിഷമിച്ച് നിൽക്കുക. ഈ സമയം അടുത്തേക്ക് വന്ന് ഗോപാല ചോദിക്കണേ, എന്തു പറ്റി? എന്താ മോളെ? ഒന്നുമില്ല ഗോപാല മാമ, മനസ്സിൽ പഴയ ചില കാര്യങ്ങൾ കൊത്തിവലിക്കുന്ന പോലെ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്നു, അതോർത്ത് സങ്കടപ്പെട്ട് നിന്നേ ഉള്ളൂ. അന്നേരം ഗോപാലൻ പറയണേ, ഇതുകൊണ്ടാണ് മോളെ ഞാൻ പറഞ്ഞത്, മോൾ എൻ്റെ കൂടെ വരെയൊന്നും വേണ്ടെന്ന്. വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരായിരുന്നു മോൾക്ക്? അവിടെ ആകുമ്പോൾ തങ്കവും സുനന്ദയൊക്കെ ഉണ്ടാകുമല്ലോ. ഒരു കാര്യം ചെയ്യ്,
ഞാനിപ്പോൾ തന്നെ മോളെ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. അയ്യോ അതൊന്നും വേണ്ട ഗോപാലമാമ, അവിടെ ഇരുന്ന് കഴിഞ്ഞാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. വെറുതെ അമ്മയും കൂടി വിഷമിപ്പിക്കാനായിട്ട് അതൊന്നും വേണ്ട. ഇടയ്ക്കിങ്ങനെ പഴയ കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മ വന്നാൽ ആ ഒരു ചെറിയ സമയത്ത് ഒരു ചെറിയ വേദന ഉണ്ടാകും. അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അങ്ങ് മാറിക്കോളും. അങ്ങനെ കൃഷ്ണയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഗോപാലിന് സങ്കടമാകുക. ഗോപാലൻ പറയണേ, ഞാനല്ലേ മോൾ ഈ കുരുക്കിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത്, ഒന്നും വേണ്ടായിരുന്നു. അന്നേരം കൃഷ്ണ പറയുന്നുണ്ട്, ഗോപാലമാമ എങ്ങനെയാണ് എന്നെ കുരുക്കിച്ചെന്ന് ചാടിച്ചെന്ന് പറയുന്നത്? ഗോപാലമാമ എനിക്കൊരു സഹായമല്ലേ ചെയ്തത്. മാമനും സിത്താര മേഡം ഒന്നുമില്ലായിരുന്നെങ്കിൽ എൻ്റെ അമ്മയിന്ന് ജീവനോട് കൂടി ഉണ്ടാവുമായിരുന്നില്ല. അതുകൊണ്ട് ആ കാര്യമൊന്നും പറഞ്ഞ് ഗോപാലമാമ സ്വയം ഭവിക്കേണ്ട ഒരാവശ്യമില്ല. മാമ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. അതെ, നമ്മളിങ്ങനെ സംസാരിച്ച് നിന്നാൽ മാത്രം മതിയോ? കയ്യിലുള്ള ലോട്ടറി ടിക്കറ്റൊക്കെ വിറ്റ് നിൽക്കണ്ടേ? വേഗം തന്നെ ചെയ്യണ്ടേ? അതുകൊണ്ട് ഇനി സംസാരത്തിനും സങ്കടത്തിനും ഒക്കെ ചെറിയൊരു വിട പറയാം. വേഗം ജോലി തീർക്കാൻ നോക്ക്. ഞാനേ ഇതൊക്കെ ഒന്ന് വേഗം കൊണ്ട് വിറ്റ് തീർക്കട്ടെ, വാ. അങ്ങനെ പറഞ്ഞ് ഗോപാലിനെ കൂട്ടി കൃഷ്ണ അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് സിത്താര സിനിയുടെ അരികിലേക്ക് വരുക. സിനി, കൃഷ്ണയെ സിനി വിളിക്കുകയോ വല്ലതും ചെയ്തായിരുന്നോ? ഇല്ല മാഡം. എന്തുപറ്റി? അതല്ല, അവളുടെ കാര്യങ്ങളെ സുനന്ദയോട് ചോദിച്ചറിയുന്നതിലും നല്ലത് അവൾ തന്നെ നേരിട്ട് പറയുന്നതാണല്ലോ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ സിനി ഒന്ന് അവളെ വിളിക്ക്, അവളുടെ വിശേഷങ്ങൾ അവൾ തന്നെ പറയുന്നത് കേൾക്കാമല്ലോ. അന്നേരം സിനി വരണേ, സത്യം പറഞ്ഞാൽ ഞാൻ കൃഷ്ണയെ ഒന്ന് വിളിക്കണമെന്ന് വിചാരിച്ചതാ. പിന്നെ മാഡത്തിനും മാഡത്തിനും ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് വിചാരിച്ചാൽ വിളിക്കാഞ്ഞത്. എന്നൊരു കാര്യം ചെയ്യ്, ഇപ്പം തന്നെ വിളിക്കൂ. അങ്ങനെ സിനി കൃഷ്ണയുടെ ഫോണിലേക്ക് വിളിക്കുവാണ് കേട്ടോ. ഈ സമയം സിനി വരണേ, കൃഷ്ണ ഫോൺ എടുക്കുന്നില്ല, സ്വിച്ച് ഓഫ് ആണ്. ആണോ? എന്നാൽ അവൾ കോൾ കാണുമ്പോൾ തിരികെ വിളിക്കുമായിരിക്കും എന്ന് സിത്താര പറയുക. അന്നേരം സിനി പറയുന്നുണ്ട്, കൃഷ്ണ വിളിച്ചാൽ ഞാൻ ഉറപ്പായും മാഡത്തിനോട് പറയാം. ഈ സമയം സിത്താര പറയുന്നുണ്ട്, എനിക്കും എൻ്റെ മോൾക്കും വേണ്ടി ഇത്ര വലിയൊരു കാര്യം ചെയ്തതല്ലേ, അവളൊന്നും നന്നായിരിക്കണമെന്നൊരാഗ്രഹം. ഞാൻ കാരണം അവൾക്കൊരു ദോഷം ഉണ്ടാകാൻ പാടില്ല. അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടണം. നല്ലൊരു കുടുംബത്തിലേക്ക് മരുമകളായിട്ട് പറഞ്ഞേക്കാൻ പറ്റിയൊരു കുട്ടി അവൾ. കയറി ചെല്ലുന്ന വീട്ടിൽ ഐശ്വര്യമായി മാറും അവൾ. അത്രയ്ക്ക് നല്ല സ്വഭാവമാണ്. അവളുടെ അമ്മയുടെ ഭാഗ്യം. മാഡം എന്ന് പറഞ്ഞ സിനി സിത്താരയെ വിളിക്കുക. അന്നേരം സിത്താര പറയുന്നുണ്ട്, അവളുടെ അമ്മ എന്നോട് ചെയ്തതിൻ്റെ പ്രായശ്ചിത്തമായിരിക്കുമല്ലേ ഇതെല്ലാം. അന്നേരം സിനി പറയുക, അത് ചിലപ്പോൾ അങ്ങനെയായിരിക്കും. നമ്മൾ ചെയ്ത പാപത്തിൻ്റെ ഫലം തലമുറകൾ അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. ഈ സമയം സിത്താര കണ്ണുനീര് തുടച്ചിട്ട് പറയണേ, എന്താണെങ്കിലും അവൾ വിളിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞേക്ക്, അവൾക്ക് എന്താവശ്യത്തിനും എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. എന്തിനും ഏതിനും ഈ സിത്താര അവൾക്കൊപ്പം ഉണ്ടാകുമെന്ന്. അന്നേരം സിനി പറയുന്നുണ്ട്, മാഡത്തിൻ്റെ ഒപ്പം ഞാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഇത്ര നാളിനിടയിൽ മാഡത്തിൻ്റെ മനസ്സിനെ ഇതുപോലെ സ്വാധീനിച്ച മറ്റാരും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് കാണിക്കുന്നത് കളരിക്കലാണ്. അവിടെ ഗാഥ ഹോളിൽ സോഫയെ തന്നെ ഇരുന്ന് കയ്യിൽ നെയിൽ പോളിഷൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം നവീനും മാണിക്കുഞ്ഞും ഓഫീസിലൊക്കെ പോകാനായിട്ട് അവിടുത്തെ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇറങ്ങുവാണ്. ഈ സമയത്ത് താഴെ എത്തുമ്പോഴായിരിക്കും കേട്ടോ അവിടെ ഇരുന്ന് നെയിൽ പോളിഷ് അടിക്കുന്ന ഗാഥയെ കാണുന്നത്. അന്നേരം നവീൻ പറയണേ, ഗാഥ ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങുക. ശരി നവീൻ, പോയിട്ട് വാ എന്നും പറഞ്ഞ് ഗാഥ മൈൻഡ് പോലും ചെയ്യാതെ കാലും കയറ്റി വെച്ച് ക്യൂട്ടസ് അടിക്കുവാണ് കേട്ടോ. ഗാഥയുടെ ആ പെരുമാറ്റം കണ്ട് നവീനും മാണിക്കുഞ്ഞും അങ്ങ് അമ്പരന്ന് നിൽക്കുവാണ്. അന്നേരം നവീൻ ചോദിക്കണേ, ഇതെന്താ ഗാഥ ഇങ്ങനെ? മുമ്പൊക്കെ ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോൾ താൻ എൻ്റെ കൂടെ വന്ന് ഉമ്മറത്ത് വന്ന് നിൽക്കുകയും അവിടെ നിന്ന് കാറിൽ കയറുമ്പോൾ കൈകൾ വീശി യാത്രയാക്കുകയൊക്കെ ചെയ്യില്ലേ, എന്താ പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം? ഇത് എൻ്റെ കഥ തന്നെയാണോ? അന്നേരമാണ് ഗാഥ പെട്ടെന്നങ്ങ് ബോധത്തിലേക്ക് വരുന്നത്. ഗാഥ പെട്ടെന്ന് തന്നെ എണീറ്റിട്ട് പറയണേ, അത് പിന്നെ നവീൻ, എനിക്കറിയാം നവീൻ ഇങ്ങനെ ചോദിക്കുമെന്ന്. നവീൻ ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി തന്നെയല്ലേ ഞാനിന്ന് ഇങ്ങനെ ഇരുന്നത്. ഓ അതിനായിരുന്നോ? പിന്നല്ലാതെ. നവീൻ വാ. അങ്ങനെ നവീൻ്റെ ഒപ്പം പുറത്തേക്ക് ചെല്ലുവാണ് കേട്ടോ ഗാഥ. എന്നിട്ട് നവീനോട് പറയണേ, എന്താ നവീൻ ഇത്രയും മതിയോ? വേറെ എന്തെങ്കിലും പെരുമാറ്റങ്ങളോ ശീലങ്ങളോ കൂടി വേണോ ഇനി? അന്നേരം നവീൻ പറയണേ, തൽക്കാലം ഇത്ര മതി, ബാക്കിയൊക്കെ ഞാൻ വൈകിട്ട് വന്നിട്ട് ശരിയാക്കി തരാം എന്നും പറഞ്ഞ് നവീൻ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അങ്ങനെ നവീൻ കാറിൽ കയറുന്നതൊക്കെ ഒട്ടും താല്പര്യമില്ലാതെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് കേട്ടോ ഗാഥ. നവീൻ അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ഗാഥ മനസ്സിൽ പറയണേ, കൃഷ്ണ അവളെ നവീനെ ആവശ്യമില്ലാത്ത ശീലങ്ങളൊക്കെ പഠിപ്പിച്ച് വെച്ചിരിക്കുവാണ്. സാരമില്ല, എല്ലാം ഞാൻ മാറ്റിയെടുത്തോളാം. എൻ്റെ നവീൻ എനിക്കിഷ്ടമുള്ള രീതിയിലല്ലേ ജീവിക്കേണ്ടത്. നവീനെ എനിക്കാവശ്യമുള്ള രീതിയിൽ എങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കണമെന്ന് എനിക്കറിയാം. സ്ത്രീ എന്ന് പറയുന്നത് ആണുങ്ങളുടെ അടിമയൊന്നും അല്ലല്ലോ. ആകെ മൊത്തത്തിൽ ഒരു മാറ്റം ആവശ്യമാണ്. ഉടനെ തന്നെ നവീനെ ഞാൻ എൻ്റെ വരുതിയിലാക്കും. അങ്ങനെ പറഞ്ഞ് ആലോചിച്ച് നിൽക്കുവാണ് ഗാഥ. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അവിടെ കീർത്തിയാണെങ്കിൽ ടെൻഷനിലിരിക്കുവാണ്. ഈ സമയം ഉദയൻ കീർത്തിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് പറയണേ, ഡോക്ടർമാരൊക്കെ പറഞ്ഞത് അമ്മയുടെ കാര്യത്തിലെ പ്രതീക്ഷ വേണ്ടെന്നാണല്ലോ. നിർമ്മലക്കിനി തിരിച്ചു വരവുണ്ടാവുമെന്ന് തോന്നുന്നില്ല.
നിർമ്മല പോയി കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ കാര്യത്തിൽ അച്ഛൻ്റെ ടെൻഷൻ. നിന്നെ നല്ലൊരു ചെറുപ്പക്കാരൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കണം. എനിക്ക് വേറെ ആരും വേണ്ട. എനിക്ക് നവീൻ്റെ ഭാര്യയായാൽ മാത്രം മതി. ഡേ, ഇത്രയും കഷ്ടപ്പാടും ത്യാഗമൊക്കെ സഹിച്ച് നിൻ്റെ അമ്മ ഇപ്പോൾ ഈ അവസ്ഥയിൽ കിടക്കുന്നതുണ്ടോ? അത് നിന്നെ നവീനെ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചിട്ടാണ്. ഇനി ഞാൻ കൂടി അതിന് ശ്രമിക്കണോ? അതൊന്നും നമ്മളെക്കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല മോളെ. അതുകൊണ്ട് നിൻ്റെ ജീവിതം സുരക്ഷിതമാക്കണം. അതിനുശേഷം വേണം എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അച്ഛൻ എന്ത് ചെയ്യാൻ പോവുക? അച്ഛൻ വിദേശത്തേക്കോ മറ്റോ പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അതോ മറ്റെന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അതല്ല മോളെ, നിൻ്റെ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നീ പിന്നെ പ്രഗ്നൻ്റ് ആകും. അപ്പോൾ നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാൾ വേണ്ടേ? മാത്രമല്ല എൻ്റെ ജീവിതത്തിനും ഒരു കൂട്ട് വേണ്ടേ? അപ്പോൾ നിർമ്മലയുടെ സ്ഥാനത്ത് എൻ്റെ മനസ്സിലിണങ്ങിയ ആരെങ്കിലും കണ്ടുപിടിച്ച് കൂടെ കൂട്ടേണ്ടി വരുമല്ലോ. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ സങ്കടപ്പെട്ടിങ്ങനെ പറയുവാണ്. അതേക്കൊന്ന് കീർത്തി വരണേ. ദേച്ച, അമ്മ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് അച്ഛൻ ഇതുപോലുള്ള സംസാരങ്ങളൊന്നും നിർത്തുമോ? മോളെ, യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയല്ലേ പറ്റൂ. നിർമ്മല പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കൊമ്പൊടിഞ്ഞ് വീണ ശിഖരം പോലെ ഞാൻ എങ്ങനെ ജീവിക്കും? എനിക്കൊരു തണൽ വേണ്ടേ? അപ്പോൾ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാലേ പറ്റൂ എന്നൊക്കെ ഉദയൻ ഇങ്ങനെ പറയുവാണ്. ഈ സമയത്ത് സിസ്റ്റർ അവരുടെ അരികിലേക്ക് വരുമായിരിക്കും. അതെ, പേഷ്യൻ്റെ കണ്ണ് തുറന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ചെന്ന് കാണാം. അത് കേട്ട് ഉദയൻ വിശ്വസിക്കാനാവാതെ ചോദിക്കുക, ദേ, നിങ്ങൾ ചുമ്മാ കള്ളൊന്നും പറയല്ലേ, സത്യമായിട്ടും കണ്ണ് തുറന്നോ? പിന്നല്ലാതെ ഞങ്ങളെന്തിനാ കള്ളം പറയുന്നത്? സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കയറി നോക്ക്. അങ്ങനെ നിർമ്മല കണ്ണു തുറന്ന കാര്യം അറിയുന്നതും ഉദയൻ അങ്ങ് പേടിച്ച് നിൽക്കുവാണ്. ഈ സമയം കീർത്തിയോട് പറയണേ, മോളെ കീർത്തി, അച്ഛൻ പറഞ്ഞതെല്ലാം നീ അങ്ങ് മായ്ച്ചു കളഞ്ഞേക്ക്. അതൊന്നും അമ്മയോട് ചെന്ന് പറഞ്ഞേക്കല്ലേ. തൽക്കാലം ഞാൻ പറയുന്നില്ല, അച്ഛൻ വാ. അങ്ങനെ അവർ രണ്ടാളും നിർമ്മലയെ കാണാനായിട്ട് അകത്ത് കയറുക. ഈ സമയം നിർമ്മലയാണെങ്കിൽ വയറുവേദന എടുത്ത് പൊളയുവാണ് കേട്ടോ. അയ്യോ, എൻ്റെ വയറേ മോളെ, എൻ്റെ വയറുവേദന എടുത്തിട്ട് വയ്യ. അമ്മ കണ്ണു തുറന്നല്ലോ, ഞങ്ങൾക്കിപ്പോൾ ആശ്വാസമായത്. ഡോക്ടർമാരാണെങ്കിൽ അമ്മയുടെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞതാ. ഞങ്ങളാകെ പേടിച്ച് ടെൻഷനിലായിരുന്നു. അല്ല മോളെ, ഇതേട്ടാ കളരിക്കലുള്ളവർ കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ? ഒന്നും അറിഞ്ഞിട്ടില്ല. അവരാരും ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും ദൂരെയുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് തന്നെ വന്നത്. എന്നാലും എന്തൊരു പണിയാടി നീ കാണിച്ചത്. നീ ആ വിഷം എൻ്റെ ഉള്ളിലേക്ക് തന്നെ കുത്തിവെച്ചല്ലോ. അത് പിന്നെ സോറി അമ്മേ, ഞാൻ കണ്ടില്ലല്ലോ. അമ്മക്കത് പറഞ്ഞുകൂടായിരുന്നോ? പിന്നെ അത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ചാൽ അത് ഞാൻ പറയാൻ പോകുന്നത്. വേദന എടുത്തിട്ടാണെങ്കിൽ മനുഷ്യന് സഹിക്കാനും പറ്റുന്നില്ല. അന്നേരം ഉദയം പറയണേ, എൻ്റെ നിർമ്മലേ, ഇനി നമുക്ക് ഇതുപോലുള്ള പണിയൊന്നും വേണ്ട. കണ്ടില്ലേ ഇപ്പം നിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയത്. എനിക്ക് വേദന എടുത്തിട്ട് വയ്യ. മോളെ, നീ ആ ഡോക്ടറെ വിളിച്ചേ. ഡോക്ടറെ, എൻ്റെ വയറ് എന്നൊക്കെ പറഞ്ഞ് നിർമ്മല ഭയങ്കര പൊളച്ചിലാണ് കേട്ടോ. അന്നേരം ഡോക്ടർ അങ്ങോട്ടേക്ക് ഓടിയെത്തുവാണ്. ഡോക്ടറെ, വയറുവേദന തീരെ സഹിക്കാൻ പറ്റുന്നില്ല. അന്നേരം ഡോക്ടർ പറയണേ, അത്രയ്ക്ക് മാരകമായ വിഷമല്ലോ നിങ്ങളുടെ ഉള്ളിൽ ചെന്നത്. എന്നിട്ട് നിങ്ങൾ ജീവനോട് കൂടെ തിരികെ വന്നത് തന്നെ ഭയങ്കര അത്ഭുതം എന്നേ പറയാനുള്ളൂ. അല്ല, ഇതെവിടെ നിന്നാണ് ഇത്രയും വലിയ വിഷമൊക്കെ നിങ്ങൾക്ക് കിട്ടിയത്? ഇപ്പോൾ അതാണ് ഇവിടെ വലിയ കാര്യം. ഇവിടെ ഞാൻ വേദന കൊണ്ട് പൊളയുവാണ്. എനിക്കാണെങ്കിൽ ഇവിടുത്തെ രീതികളൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. പൈസ എണ്ണി തരുന്നുണ്ടല്ലോ, എന്നിട്ടും എന്താ എൻ്റെ അസുഖം മാറാത്തത്? എന്താ എൻ്റെ വേദന ഒട്ടും കുറയാത്തത് എന്ന ദേഷ്യത്തിൽ നിർമ്മല ചോദിക്കുക. അന്നേരം ഡോക്ടർ പറയണേ, അതെ, ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. നിങ്ങളോട് അല്ല പറഞ്ഞാൽ ഇതുപോലുള്ള മാരക വിഷമൊക്കെ കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ നോക്കാൻ. അതൊക്കെ എൻ്റെ ഇഷ്ടം. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യം എന്തിനാണ് അന്വേഷിക്കുന്നത്? നിങ്ങൾക്ക് ചികിത്സിച്ചാൽ മാത്രം പോരെ. അന്നേരം ഡോക്ടർ പറയണേ, ഇതേ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റാ. ഇത് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക വേണ്ടത്. എന്താ ഞാനത് ചെയ്യണോ? അങ്ങനെ അവരുടെ ആ ഒരു ചോദ്യം കേൾക്കുന്നതും പേടിച്ച് നിൽക്കുന്ന നിർമ്മലയും ഉദയനെയൊക്കെ കാണിച്ചു കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ലോട്ടറി വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന കൃഷ്ണനെ കേട്ടോ. അതേസമയം കൃഷ്ണ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഏരിയയിൽ തന്നെ നവീനും മാണിക്കുഞ്ഞും കൂടി കാറിലെത്തുന്നുണ്ട്. ഈ സമയം മാണിക്കുഞ്ഞ് അവിടെയുള്ള ഒരു അടുത്ത ഫ്രൂട്ട്സ് കടയിൽ നിന്ന് ഫ്രൂട്ട്സൊക്കെ വാങ്ങുന്ന സമയത്ത് കൃഷ്ണ മാണിക്കുഞ്ഞിൻ്റെ അരികിലേക്ക് ലോട്ടറി വിൽപ്പനയുമായിട്ട് ചെല്ലുന്നുമുണ്ട്. പിന്നീട് ഐശ്വര്യ പൂജയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മുത്തശ്ശീനെയും നന്ദനെയും കേട്ടോ കാണിക്കുന്നത്. ദോഷങ്ങളെ പൂർണ്ണമായും മാറാത്തതിൻ്റെയും അതിന് പരിഹാരമായിട്ട് തന്നെ ആ ഐശ്വര്യ പൂജയെക്കുറിച്ചുള്ള കാര്യങ്ങളും അവർ തീരുമാനിക്കുകയും അതിനുവേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയൊക്കെ ചെയ്യുന്ന ചർച്ചയിലാണ് അവർ. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ.